കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ST മീഡിയ പ്രധാന വാർത്തയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷ്റഫി പയ്യോളി. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണാൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് തമിഴ്നാട്ടിലെത്തി. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വഖഫ് സംബന്ധമായ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബില്ലിലുള്ള ആശങ്ക തമിഴ്നാട് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് തമിഴ്നാട്ടിലെത്തിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബില്ല് അപ്പടി പാസ്സാക്കരുതെന്നും അതിലുള്ള വീഴ്ചകൾ പരിഹരിക്കണമെന്നും മുസ്ലിമീങ്ങളുടെ ആശങ്കയകറ്റണമെന്നും ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി ഗുണവും നന്മയും ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും താൻ എപ്പോഴും പ്രാർത്ഥിക്കുമെന്നും ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞു. വഖഫ് വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയോ കേരള മുഖ്യമന്ത്രിയോ മാത്രം ഇടപെട്ടാൽ പോരെന്നും കർണാടക മുഖ്യമന്ത്രിയും മറ്റു സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരും ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നൽകി മുസ്ലിമീങ്ങൾക്ക് അർഹമായ നീതി ലഭിക്കാൻ വേണ്ടി എല്ലാ മുഖ്യമന്ത്രിമാരും ബന്ധപ്പെട്ടവരും പരിശ്രമിക്കണമെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. തമിഴ്നാട്ടിലെത്തിയ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് മാധ്യമപ്രവർത്തകരുമായി ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സംസാരിക്കുന്നത് കേൾക്കാം. നാളെ ഇന്ന് ഒരു പള്ളിവാസിൽ ഇനോഗ്രേഷൻ ഉണ്ട്. നാളേക്ക് ചീഫ് മിനിസ്റ്ററുടെ അപ്പോയിൻമെന്റ് കേട്ടിരിക്കും. വന്നാൽ ഇങ്ങനെ வந்து വഖഫ് ചർച്ച വഖഫ് ബില്ല് പാർലമെന്റ് വഖഫ് ബില്ല് കൊണ്ടുവന്നിരിക്കുക. அந்த பில்லு என்ன செய்யணும்னு அப்படியெல்லாம் நாளுக்கு தான் சீஃப் மினிஸ்டர் கொண்டு போய் அப்புறம் ന്യൂനപക്ഷം ഇനി ന്യൂനപക്ഷத்துக்கு ഗവൺമെൻറ് ഗവൺമെൻറ്റും എല്ലാം ഒത്താശ ചെയ്യണം. അതും ചീഫ് മിനിസ്റ്ററോട് പറയാൻ പോകുന്നത്. പിന്നെ പള്ളിവാസൽ ഉദ്ഘാടനവും കൂടാതെ നമ്മളെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ വലിയ പെരിയർക്ക് വ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ அதுக்கு നാളെ ഒരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ അതിന് ഉദ്ഘാടനം പോയിട്ട് അത് എங்கே കൺവെൻഷൻ എല്ലാ മക്കൾക്കും ദുആ ചെയ്തു നാളേക്ക്. എല്ലാ മക്കൾക്കും
ಹಾಗೆ ಮುಸ್ಲಿಂ ಹಿಂದೂ ಅಂತ ವಿವೇಚನವಿಲ್ಲ. മനുഷ്യർ എല്ലാ മനുഷ്യർക്കും ദുആ ചെയ്യും, എല്ലാ മനുഷ്യർക്കും ഗുണം ചെയ്യണം, ഗവൺമെൻറ് ഗുണം ചെയ്യണം, ജനങ്ങൾ ചെയ്യണം. அதான் நம்மளோட விஷயம். முதலமைச்சரையும் நாளைக்கு துணை முதலமைச்சரையும் சந்திக்க நேரம் கேட்டிருக்கு. വഖഫ് ബോർഡ് ഇங்கே വഖഫ് ബോർഡ് അല്ല, തമിഴ്നാട് വഖഫ് ബോർഡല്ല, കേന്ദ്ര ഗവൺമെൻറ് ഒരു വഖഫ് ബില്ല് കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ அந்த பில்லில் எதெல்லாம் சரி எதெல்லாம் தெட்டு நம்ம அதுக்கு கொஸ்டின் கொடுக்கறது இருக்கா இல்லை அதெல்லாம் நான் சொல்லாது. அந்த பில்லுக்கு அமெண்ட்மெண்ட் பில்லுக்கு அகைன்ஸ்டாக ஏதாவது சொல்லியிருக்கீங்களா? அமெண்ட்மெண்ட் வேணும் பில்லுக்கு. அமெண்ட்மெண்ட் இல்லாமல் அந்த பில்லு அப்படியே பாஸ் ஆக்கக்கூடாது கேந்திர கவர்மெண்ட். அதுக்காக தமிழ்நாடு சிஎம் சந்திக்கிறீங்களா? தமிழ்நாடு சிஎம் சந்திக்கணும் நாளைக்கு சார். இல்லை, இது என்னென்னா இந்த வக்ஃப் வாரிய சட்ட திருத்தம், அப்புறம் இந்த சிட்டிஸ் அமெண்ட்மெண்ட் ஆக்ட், இது குறித்து சிஎம் பேச ஏதாவது வாய்ப்பு இருக்கான்னு கேட்குறாங்க. நீங்கள் சந்திக்கும் போது அது இந்த சீஃப் மினிஸ்டர் எல்லா சீஃப் மினிஸ்டரும் அதுக்கு சொத்தை போட வேணும். பிரைம் மினிஸ்டர் அடுக்கிற எல்லா சீஃப் மினிஸ்டர், தமிழ்நாடு சீஃப் மினிஸ்டர், கேரளா சீஃப் மினிஸ்டர், கர்நாடகா சீஃப் மினிஸ்டர், எல்லா சீஃப் மினிஸ்டர்ஸும் அது சொல்ல வேணும். அப்போ தான் பிரைம் மினிஸ்டருக்கு அது சரியாக வருള്ളൂ. அதுக்காக என்ன வேணும் அதனால எங்கள் சொல்கிறாங்க. இல்லை, நீங்கள் தமிழ்நாடு சிஎம் சந்திப்பீங்களா? ஆமாம், நாளைக்கு இன்ஷா அல்லாஹ். தேங்க்யூ நோடு சார் நிஜாம் சார் வெயிட் இது கல்வி கொடுத்தாங்க. Thank you.